അപ്പൊ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ. റെഡിയല്ലേ? ഞാൻ കോമഡി പീസാണോ ഇവിടെ? ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയല്ലോ. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി, ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയാ, എന്തെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടി ചിരിക്കല്ലേ വേണ്ടു. അതെ. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇക്കിളിയാക്കിയ പോരെ. എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരയില് അച്ഛനൊരു തൂണും ചാരി നിന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന ഒരു സീനുണ്ട്. അത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, എടാ അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്ക് പെട്ടെന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചിട്ടൊരു കാര്യം. ഈ മംഗളത്തിലും മനോരമയിലും വരുന്ന പരിബന്ധുക്കള് ഒന്ന് വീശി നോക്കും. പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന വെച്ചാൽ സിദ്ദിഖും ദിലീപേട്ടനും കൂടെ ചർച്ചയാണ്. എടാ ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ്. ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ തന്നെ പറ്റുള്ളൂ. ഇവരുടെ കോമഡി അപ്പൊ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും മാറി ചിരിക്കുന്നുണ്ട്. എടാ പുറത്തുനിന്ന് നോക്കുമ്പോ എളുപ്പമാ, അകത്ത് വന്ന് കളിക്കുമ്പോഴേ അതിന്റെ പ്രയാസം മനസ്സിലാവും. നമ്മൾ ഏതായാലും കളിച്ചില്ലേ, ഇനി ജയിച്ചേ പറ്റൂ. അപ്പൊ ഷാരിസ് വന്നിട്ട് പറയും, ഇതിലൂടെ അത് വേണ്ട കേട്ടോ. ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ. ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത? കാലം മാറി. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാനും നിങ്ങളുടെ വില കുറഞ്ഞ നിലവാരമില്ലാത്ത ഫലിത സംഭാഷണങ്ങൾ കേട്ട് പൊട്ടിച്ചിരിക്കാനും എന്നെ കിട്ടില്ല. പഴയ സാധനം ഇപ്പൊ വേണ്ട. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. സീരിയസ് ആയിട്ട് എടുക്കില്ല. ശവത്തിൽ കുത്തല്ലേ ചക്രവർത്തി. 10-60 വർഷത്തെ ജീവിതം ഒന്നും അല്ലാതായതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെ കോമഡി ഇല്ലാത്തോണ്ട് എവിടെ ചെന്നാലും വേണ്ട സ്മാർട്ട് കളിക്കണ്ട. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അങ്ങനെ നിർത്തി അവമാനിക്കുവാണ്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. പ്രോസസ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഒരു ഉളുപ്പില്ലാതെ ഉള്ളു തുറന്നൊന്ന് ജീവിച്ച് മണ്ണ് കപ്പട്ടെ, എന്റെ ഒരു ആവശ്യമാണ്. എനിക്ക് സമയമായി, ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോകുന്നത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡർ ഒന്നും നിനക്ക് ആയിട്ടില്ലേ?